أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر أن الله يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري إلى أجل مسمى وأن الله بما تعملون خبير. നമ്മുടെ രാജ്യത്ത് ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ സംവാദത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുത്തിട്ടുള്ളത്. രാജ്യത്തിന്റെ ദാരിദ്ര്യത്തെക്കാളും പട്ടിണിയേക്കാളും തൊഴിലില്ലായ്മയെക്കാളുമൊക്കെ മാധ്യമങ്ങൾക്കും അതേപോലെ തന്നെ പാർട്ടികൾക്കുമൊക്കെ മുഖ്യ ചർച്ചാവിഷയമായി കൊണ്ടിരിക്കുന്നത് മതവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ്. അതേപോലെ തന്നെ രാജ്യത്ത് കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിത്തീരുന്നതിന്റെ കാരണം മതവും അതേപോലെ തന്നെ സംഘടനകൾക്കുള്ള കാരണം മതവിശ്വാസം ഒന്നു മാത്രമാണ് എന്നൊക്കെയാണ് ഇന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ മതത്തിൽ നിന്ന് ആളുകൾ മാറിപ്പോകുന്നതും മറ്റൊരു മതത്തിലേക്ക് ആളുകൾ വന്നു ചേരുന്നതുമൊക്കെ വളരെ ബേജാറോടുകൂടി വളരെ പ്രയാസത്തോടുകൂടി നോക്കിക്കാണുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഏതെങ്കിലും ഒരാൾ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറിയാൽ അതാണ് ഇന്നത്തെ നമ്മുടെ മുഖ്യമായ ഇഷ്യൂ ആയി മാറുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമുക്കറിയാവുന്നതുപോലെ നല്ല ആദർശങ്ങളും മൂല്യങ്ങളും വെച്ചു പുലർത്തുന്നവരാണെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറിയാലോ അതുപോലെ തന്നെ രാജിവെച്ചാലോ ഇത്രയധികം വിവാദങ്ങൾ നമ്മുടെ പത്രകോളങ്ങളിലോ അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിലോ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഏതായിരുന്നാലും വളരെയധികം സെൻസേഷണലായിട്ടുള്ള വൈകാരികമായി മാത്രം കാണുന്ന ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ വിഷയമായി മാറിയിരിക്കുന്നു നമ്മുടെ ഈ മതവും മതവിശ്വാസവും അതിനെ തുടർന്നുള്ള സംഗതികളും. പ്രത്യേകിച്ചും ചെറിയ ചെറിയ താൽപര്യങ്ങളുടെ പേരിൽ ആളുകളെ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ആകർഷിക്കാൻ കഴിയും എന്നും പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രയോഗമാണ് ഈ പ്രണയ ജിഹാദ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇങ്ങനെയുള്ള ധാരാളം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത കാലത്തായി നമ്മുടെ കേരളീയ സമൂഹം മീഡിയകളിലും മറ്റുമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തിന്റെ നിജസ്ഥിതിയും അതേപോലെ തന്നെ ഈ വിഷയകമായി വ്യത്യസ്ത വീക്ഷണങ്ങളും ആദർശങ്ങളും വെച്ചു പുലർത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചപ്പാടുകൾ എന്താണ് എന്നുള്ളത് നമുക്കറിയുവാനുമുള്ള ഒരവസരമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംവാദത്തിലൂടെ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ് സംവാദം എന്ന് പറയുന്നത്. അത് നിലകൊള്ളുന്ന ആശയാദർശത്തിലേക്ക് പോലും ഒരു മനുഷ്യൻ ആകർഷിക്കപ്പെടുന്നത് സംവാദത്തിന്റെയും ചർച്ചയുടെയും ചിന്തയുടെയും പഠനത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണമെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് രാജ്യത്ത് എന്തിനേക്കാൾ കൂടുതൽ നടക്കേണ്ടത് സംവാദങ്ങളാണെന്നും ഈ സംവാദങ്ങൾ മതസമൂഹങ്ങൾക്കിടയിൽ ഏറ്റവും അധികം നടക്കേണ്ടതുണ്ടെന്നും നമ്മുടെ രാജ്യത്ത് അത് വളരെ കുറഞ്ഞു വരികയും
ലോകാടിസ്ഥാനത്തിൽ അത് വളരെ വ്യാപകമായ രീതിയിൽ സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഈ ഒരു സംസ്കാരത്തിലേക്ക് ജനങ്ങൾ തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹത്തിന്റെയും ഭാഗം കൂടിയായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇത്തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ടു പോകുന്നത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ വളരെ സത്യാന്വേഷണ മനസ്സോടുകൂടി സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട മാന്യ അതിഥികൾക്ക്, സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക് എല്ലാവിധ ആശംസകളും സ്വാഗതവും അർപ്പിച്ചുകൊണ്ട് ഇതിന്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുവാൻ ഏറ്റെടുക്കുവാൻ ബഹുമാനായ ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി അവர்களോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പടച്ച തമ്പുരാൻ നമ്മുടെ ഈ സംവാദം അതിന്റെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു തരുകയും അത് നമുക്ക് കൂടുതൽ പ്രയോജനകരമാക്കി തീർക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മതം മാറ്റത്തിന്റെ മതവും രാഷ്ട്രീയവും, ഏത് വിശ്വാസവും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട അടിസ്ഥാന മനുഷ്യാവകാശമാണ്. ഈ മൌലികാവകാശത്തെ ചോദ്യം ചെയ്യുന്നുവെന്നതാണ് ലവ് ജിഹാദ് പദനിർമ്മിതിയുടെ ഏറ്റവും വലിയ പ്രതിലോമപരത. മതം മാറിക്കൂടാ എന്ന പൊതുബോധം സവർണത സൃഷ്ടിച്ച നെറികെട്ട ജനാധിപത്യ വിരുദ്ധ മനോഭാവത്തിന്റെ ഉൽപ്പന്നമാണ്. മതം മാറിയിരിക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ എത്രയും വലിയ പുരോഗമനവാദിക്ക് പോലും നെറ്റ് ചുളിക്കേണ്ടി വരുന്നുവെന്നതാണ് നമ്മുടെ അനുഭവം. ആഗോള സാഹിത്യ സമൂഹത്തിൽ മലയാളികളുടെ അംബാസഡറായിരുന്ന മാധവിക്കുട്ടിയെ മതം മാറിയതിന്റെ പേരിൽ നാടുകടത്തിയ പാരമ്പര്യമാണല്ലോ നമ്മുടെ സാംസ്കാരിക പൊതുബോധത്തിനുള്ളത്. എന്തുകൊണ്ട് മതം മാറിക്കൂടാ? മതം മാറിയാൽ നിനക്കെന്ത് ഛേദം? എന്റെ മതം ഞാനല്ലാതെ പിന്നെ ആര് തീരുമാനിക്കാൻ എന്നൊക്കെ ചോദിക്കാനുള്ള രാഷ്ട്രീയ ധീരതയാണ് ജനാധിപത്യ സംസ്കാരം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. മതം മാറരുത് എന്ന് നിർദ്ദേശിക്കുന്നവരോടുള്ള വിനീതമായ ചോദ്യം ഇപ്പോൾ അനുഷ്ഠിക്കുന്ന മതം എവിടെ നിന്ന് കിട്ടിയെന്നാണ്. ആ മതത്തിലായതിന്റെയും അതിൽ തന്നെ തുടരണമെന്നതിന്റെയും ജനാധിപത്യ ന്യായം എന്താണെന്നാണ്. ജന്മമാണോ ഒരാൾക്ക് മതം പ്രദാനം ചെയ്യുന്നത്? കണ്ണിന്റെ കാഴ്ച പോലെയും കാതിന്റെ കേൾവി പോലെയുമാണോ മതം? മാറാനും തീരെ വേണ്ടെന്ന് വെക്കാനും മനുഷ്യനതിൽ തെരഞ്ഞെടുപ്പ് അധികാരങ്ങളൊന്നുമില്ലേ? ജന്മനാ സിദ്ധിക്കുന്നതാണ് മതം എന്ന കാഴ്ചപ്പാട് ജനിച്ചു വീഴുന്ന കുടുംബവും തറവാടും അടിച്ചേൽപ്പിക്കുന്നതാണ് മതം എന്ന നിലപാട്, ആ മതത്തിന്റെ അടിമയായി പരലോകം പോകാനേ മനുഷ്യന് നിർവാഹമുള്ളൂ എന്ന ധാരണ ഒരു ജനാധിപത്യവാദിക്ക് പെരുമ്പും അംഗീകരിക്കുക സാധ്യമല്ല. ആരും ഒരു മതത്തിലായിട്ട് ജനിക്കുന്നില്ലെന്നാണ് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ പ്രഖ്യാപനം. മനുഷ്യൻ ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതത്തിലാണ്. മാതാപിതാക്കൾ അവനെ ജൂതനാക്കുന്നു, ചിലപ്പോൾ ക്രിസ്ത്യാനിയാക്കുന്നു, മറ്റു ചിലപ്പോൾ അഗ്നിപൂജകനാക്കുന്നുവെന്നാണ് നബി പഠിപ്പിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടിന്റെ നവോത്ഥാന സാരഥിയായ മൗലാന മൗദൂദി ജന്മം കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിമാവുന്നില്ലെന്ന് പറഞ്ഞതും ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ബോധപൂർവമായ ആദർശ സ്വീകരണമാണ് ഒരാളുടെ മതത്തിന്റെ യാഥാർത്ഥ്യമെന്നാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. ബോധപൂർവം ഒരാൾക്ക് മതം സ്വീകരിക്കാനും മതം ഒഴിവാക്കാനും അനുവാദമുണ്ടായിരിക്കണം. എല്ലാ ജീവിത ദർശനവും അങ്ങനെ തന്നെ ആയിരിക്കണം. എനിക്കിന്ന് കമ്മ്യൂണിസ്റ്റാകാം എന്നതു തന്നെയാണ് നാളെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനുമാകാം എന്നതിന്റെ ന്യായം. ഞാനിന്ന് മുസ്ലിമാണ് എന്നത് തന്നെയാണ് നാളെ ഹിന്ദുവാകുന്നതിന് തടസ്സമില്ല എന്നതിന്റെയും ന്യായം. ഇന്ന് ഞാൻ മുസ്ലിമാണ് എന്നത് നാളെ ഞാൻ ഹിന്ദുവാകുന്നതിന് തടസ്സമാണ് എങ്കിൽ അത് ദിഷണക്ക് കൂച്ചുവിലങ്ങിടുന്നതിന് തുല്യമാണ്. മതവും രാഷ്ട്രീയവും ദർശനവും എല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത് സഹിഷ്ണുതയോടെ സ്വീകരിക്കപ്പെടുന്നിടത്ത് മാത്രമേ ജനാധിപത്യം ജീവൻ വെക്കുകയുള്ളൂ. അല്ലാത്തിടത്ത് ഫാഷിസമാണ് തഴച്ചു വളരുക. കേരളത്തിൽ ഇന്ന് പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ലവ് ജിഹാദ് വിവാദം മതപരിവർത്തനത്തിനെതിരായ യുദ്ധമാണ്. പ്രണയമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. മതം നോക്കി വേണം പ്രണയിക്കാൻ എന്ന നിബന്ധന വെക്കാൻ ആർക്കാണ് അധികാരം? പ്രണയം വ്യക്തിയുടെ അധികാരപരിധിയിൽപ്പെട്ട കാര്യമാണ്. എന്റെ മതവും എന്റെ രാഷ്ട്രീയവും
എന്റെ പ്രണയത്തെയും തീരുമാനിക്കും. അതിൽ മൂന്നാം കക്ഷിക്ക് ഇടപെടാൻ അധികാരമുണ്ടാകാൻ പാടില്ല. എന്നെ ആർക്ക് വേണമെങ്കിലും ഉപദേശിക്കാം, എനിക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാം. പക്ഷേ പ്രണയത്തിന്റെ മേൽ നിയന്ത്രണം കൊണ്ടുവരുന്ന ഒരു അധികാരശക്തി ഉണ്ടാവാൻ പാടുള്ളതല്ല. ലവ് ജിഹാദ് വിവാദത്തിലൂടെ ക്യാമ്പസ് പ്രണയങ്ങളുടെ ജാതിയും മതവും നിശ്ചയിക്കുന്ന അധികാര കേന്ദ്രമാവാനാണ് സംഘ് പരിവാരം മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒപ്പം ഒരുപറ്റം മാധ്യമങ്ങളും. പ്രണയത്തിലെ തെറ്റും ശരിയും നിർണയിച്ച് വിധി തീർപ്പ് കൽപ്പിക്കുന്ന ഈ അധികാരക്കോയ്മ മനുഷ്യാവകാശത്തിന്റെ, മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ, ജനാധിപത്യാവകാശത്തിന്റെ മേലുള്ള നഗ്നമായ കയ്യേറ്റമാണ്. വ്യക്തിയുടെ സ്വയംനിർണയാവകാശത്തിന് മേലുള്ള നഗ്നമായ കയ്യേറ്റം കൂടിയാണ്. സമൂഹത്തിന്റെ പൊതു അവകാശത്തെ ഹനിക്കാത്ത കാലത്തോളം വ്യക്തിയുടെ സ്വയംനിർണയാവകാശം ചോദ്യം ചെയ്യപ്പെടുന്നിടത്താണ് ഫാഷിസം ജന്മം കൊള്ളുന്നത്. പ്രണയമാവാം, മതം മാറരുത് എന്നാണ് നിർദ്ദേശമെങ്കിൽ അത് പ്രണയമെന്തെന്ന തിരിച്ചറിവില്ലായ്മയിൽ നിന്ന് ഉടലെടുക്കുന്ന വിദണ്ഡവാദമാണ്. പ്രണയമെന്നാൽ പഴയതെന്തും പുതിയ ജീവിതത്തിനു വേണ്ടി ത്യജിക്കുവാനുള്ള സന്നദ്ധതയാണ്. രണ്ടുപേരുടെയും സ്വകാര്യാവകാശങ്ങൾ ഇരുവർക്കുമിടയിലെ പൊതു അവകാശമായി അംഗീകരിക്കലാണ് പ്രണയം. പണവും ചാരിത്ര്യവും മതവും രാഷ്ട്രീയവുമെല്ലാം ത്യജിക്കപ്പെടുന്ന പരസ്പരമുള്ള ലയിച്ചു ചേരലായി അത് മാറിത്തീരും. പ്രണയാനന്തരം ഹിന്ദു മുസ്ലിം ആകലും, മുസ്ലിം ഹിന്ദു ആകലും, ഈശ്വരവാദി നിരീശ്വരവാദി ആകലുമെല്ലാം സ്വാഭാവിക പ്രക്രിയകൾ മാത്രമാണ്. സംഭവലോകത്ത് അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ജേക്കബ് പുന്നൂസ് ഒരു സമഗ്രാന്വേഷണം നടത്തുകയാണെങ്കിൽ പ്രണയാനന്തര മതം മാറ്റത്തിലെ നാനാത്വവും ബഹുസ്വരതയും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഈ ബഹുത്വത്തെ നിഷേധിക്കാനും ചോദ്യം ചെയ്യാനും ജനാധിപത്യ സമൂഹത്തിൽ അനുവാദമുണ്ടായിക്കൂടാ. കഴിഞ്ഞ പെരുന്നാൾ ദിനത്തിൽ കുറ്റ്യാടിക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റ് സുഹൃത്ത് ഒരു പ്രണയകഥ എന്നോട് വിവരിക്കുകയുണ്ടായി. അത് രണ്ട് കുടുംബങ്ങൾക്കിടയിലെ പ്രണയമാണ്. അഗാധമായ മാനവിക പ്രണയം. ഒന്ന് കുറ്റ്യാടിയിലെ കമ്മ്യൂണിസ്റ്റ് കുടുംബം, മറ്റൊന്ന് വയനാട്ടിലെ മുസ്ലിം ലീഗ് കുടുംബം. വയനാട്ടിലെ മുസ്ലിം ലീഗ് കുടുംബവും കുറ്റ്യാടിയിലെ കമ്മ്യൂണിസ്റ്റ് കുടുംബവും തമ്മിലുള്ള അഗാധമായ പ്രണയബന്ധത്തിന്റെ ഒടുവിൽ ഇപ്പോൾ ലീഗ് കുടുംബം മുസ്ലിം ലീഗിന്റെ മതവും സിപിഎമ്മിന്റെ രാഷ്ട്രീയവും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സിപിഎം പ്രവർത്തകന്റെ സ്നേഹസ്വാധീനം മുസ്ലിം ലീഗുകാരന്റെ രാഷ്ട്രീയ നിലപാട് മാറ്റുന്നത് വെറുക്കപ്പെടേണ്ട പ്രണയമാണോ? ഇതുതന്നെയാണ് എല്ലാ പ്രണയങ്ങൾക്കും നാം അനുവദിച്ചു കൊടുക്കേണ്ട മതവും രാഷ്ട്രീയവും. സ്നേഹമാവാം, സ്നേഹസ്വാധീനം പാടില്ലെന്നാണെങ്കിൽ വിവാഹമാകാം, കുട്ടികൾ ജനിക്കരുതെന്ന പ്രകൃതി വിരുദ്ധ വ്യവസ്ഥയ്ക്ക് തുല്യമാണത്. ഇന്ന് ക്യാമ്പസിൽ നടക്കുന്ന പ്രണയങ്ങളെല്ലാം ഹിന്ദു പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്ന മുസ്ലിം പ്രണയങ്ങളാണെന്ന സംഘ് പരിവാർ പ്രചാരണം ശുദ്ധ നുണയാണ്. സംഘ് പരിവാരം നുണ പറയുന്നു എന്നത് ഫാഷിസ്റ്റ് സ്വാഭാവികത മാത്രമാണ്. ഗീബൽസ് ആവിഷ്കരിച്ച തന്ത്രമാണ് ആ സമീപന രീതി. അതിന്നും തുടരേണ്ടത് ഫാഷിസ്റ്റ് ആശയ ദൃഢീകരണത്തിന്റെ അനിവാര്യത മാത്രമാണ്. നമ്മുടെ പരാതി സംഘ് പരിവാരം ഇങ്ങനെയൊരു നുണബോംബ് പൊട്ടിച്ചിരിക്കുന്നു എന്നതല്ല. പുള്ളിപ്പുലിയുടെ തൊലിയിൽ പുള്ളിയുണ്ട് എന്നത് ഒരു പരാതിയായി പറയാൻ പറ്റില്ലല്ലോ. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പ്രബോധനം ചെയ്ത ശ്രീനാരായണ ഗുരുവിന്റെ അനുയായികളും ഈ നുണബോംബ് പേറി നടക്കുന്നതിന്റെ രാഷ്ട്രീയമെന്തെന്നതാണ് നമ്മെ ചിന്താകുലരാക്കുന്ന പ്രശ്നം. മഹത്തായ കോടതി ഈ നുണബോംബിനെ ആധാരമാക്കി അന്വേഷണ പരമ്പര തന്നെ നടത്താൻ ബന്ധപ്പെട്ടവരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലവ് ജിഹാദ് എന്ന സംഘം സംസ്ഥാനത്ത് നിലവിലില്ല എന്ന് പോലീസ് പറയുമ്പോൾ ഇല്ലെന്നതിന്റെ വിശദമായ തെളിവ് വീണ്ടും ആവശ്യപ്പെടുന്ന നമ്മുടെ ന്യായാധിപന്മാർ ഏത് മതത്തിലും ഏത് രാഷ്ട്രീയത്തിലുമാണ് ഇപ്പോൾ അകപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നതെന്ന് നമുക്കും അന്വേഷിക്കേണ്ടി വരികയാണ്. കേരള ഗവൺമെന്റിന്റെ സത്യവാങ്മൂലം ഈ നുണപ്രചാരണത്തെ ശങ്ക കൂടാതെ തള്ളിക്കളയാൻ ഭയക്കുന്നത് കാണുമ്പോൾ നമ്മുടെ പ്രബുദ്ധതയെ ആരാണ് റാഞ്ചിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരികയാണ്. ഒരു തെളിവുമില്ലാതെ 4 പേരെ പോലും ഹാജരാക്കാതെ 40,000 പേർ തട്ടിയെടുക്കപ്പെട്ടതിനെക്കുറിച്ചുള്ള ഈ ഹിമാലയം നുണബോംബും പേറിയുള്ള ഈ യാത്ര എങ്ങോട്ടാണ്? പ്രണയത്തിന്റെ പേരിൽ മതപരിവർത്തനമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ഡിവൈഎഫ്ഐയും ജനാധിപത്യ മഹിളാ അസോസിയേഷനും പോലും ഞഞ്ഞമ്മിഞ്ഞം പറയാനുള്ളത്. പ്രണയം വഴി മതം മാറിയാലെന്താ എന്ന് ചോദിക്കാനുള്ള ധൈര്യം എവിടെ പോയി? പ്രണയം വഴി മതം മാറ്റമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരുന്നത് ഏത് ഭരണഘടന അനുസരിച്ചാണ്? ഏത് വർഗ നിയമം അനുസരിച്ചാണ്? പ്രണയം വഴി പല മാറ്റങ്ങളും നടക്കുന്നിടത്ത്
മതം മാറ്റം മാത്രം അന്വേഷിക്കപ്പെടണമെന്നതിന്റെ ജനാധിപത്യ ന്യായം എന്താണ്? ഏത് മതമാണ്, ഏത് രാഷ്ട്രീയമാണ് പ്രണയാനന്തര മതം മാറ്റത്തെ കുറ്റകൃത്യമായി കാണുന്നത്? പ്രണയം വഴി നിർബന്ധിത മതപരിവർത്തനം എന്നാണ് പറയുന്നതെങ്കിൽ ആ പ്രയോഗം തന്നെ അശ്ലീലമാണ്. എല്ലാ നിർബന്ധിതാവസ്ഥകളുടെയും ലംഘനമാണ് പ്രണയം. പിതാവ്, മാതാവ്, ജ്യേഷ്ഠൻ, കാരണവർ തുടങ്ങിയ നിരവധി അധികാര കേന്ദ്രങ്ങളെ ധീരമായി നിഷേധിക്കുന്നിടത്തേക്ക് പ്രണയം ചെന്നെത്താവുന്നതാണ്. സ്നേഹത്തിനു മുമ്പ് കരുതി വെച്ചതെല്ലാം അടിയറവ് പറയലാണ് ചിലപ്പോൾ പ്രണയം. പ്രണയം തകർക്കാത്ത മതിലുകളോ ചാടിക്കടക്കാത്ത വേലികളോ ഇല്ല. പക്ഷേ മതം എന്ന വേലി ചാടുന്നത് നിർബന്ധിതമായിട്ടാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ പ്രണയിക്കാൻ അറിയാത്തവരും പ്രണയത്തെക്കുറിച്ച് ഒരു ചുക്കും മനസ്സിലാക്കാത്തവരുമാണെന്നേ നമുക്ക് പറയാൻ പറ്റൂ. പ്രണയിക്കുന്നവർക്ക് മാത്രമല്ല, ആർക്കും മതം മാറാം. പ്രണയ ജോഡികളിൽ ആണിന്റെ മതം പെണ്ണിനു സ്വീകരിക്കാം, പെണ്ണിന്റെ മതം ആണിനും സ്വീകരിക്കാം. രണ്ടുപേർക്കും വേണമെങ്കിൽ പഴയ മതത്തിൽ തന്നെ തുടരുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യാം. അങ്ങനെയും പ്രണയത്തിന് പൂവിടാവുന്നതേയുള്ളൂ. സ്വമേധയാ ആർക്കും എപ്പോഴും മതം മാറാനുള്ള മനുഷ്യാവകാശം അംഗീകരിക്കപ്പെടുന്നതുവരെ നമ്മുടെ ജനാധിപത്യ പോരാട്ടം തുടർന്നേ പറ്റൂ. ലോകാടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും ശക്തമായ മിഷണറി സംരംഭമുള്ള ഏത് മതക്കാരെയും മാമോദീസ മുക്കി യേശുവിന്റെ പ്രിയ കുഞ്ഞാടാക്കി മാറ്റാൻ ഒരു മടിയുമില്ലാത്ത, പരസ്യമായും വ്യാപകമായും ആസൂത്രിതമായും എല്ലാ മതവിശ്വാസികൾക്കിടയിലും മതം മാറ്റം ലക്ഷ്യം വെച്ച് തന്നെ വൻ ക്യാമ്പയിനുകൾ അയച്ചുവിടുന്ന ക്രൈസ്തവ സഭയും പ്രണയത്തിനെതിരെ ജാഗ്രതാ ജിഹാദ് വിളിച്ചിരിക്കുകയാണ്. കർത്താവെ, ഇവർ പറയുന്നത് എന്താണെന്ന് ഇവർ തന്നെ അറിയുന്നില്ലയോ? നിർബന്ധിത മതപരിവർത്തനം തടയപ്പെടണമെന്നതിൽ നമുക്കാർക്കും തർക്കമില്ല. മതപരിവർത്തനത്തിൽ മാത്രമല്ല, ഒന്നിലും നിർബന്ധിതാവസ്ഥ ജനാധിപത്യപരമല്ല. മതം മാറരുത് എന്ന ഫത്വയും പാർട്ടി വിടരുത് എന്ന പോളിസിയും രണ്ടും ഫാഷിസ്റ്റ് പ്രവണതയുടെ ഇരുപുറങ്ങൾ തന്നെയാണ്. മതപരിവർത്തനത്തിലെ നിർബന്ധം ചെലുത്തലിനെതിരെ ജാഗ്രതയുടെ വൻമതിൽ തീർത്ത ഗ്രന്ഥമാണ് ഖുർആൻ. ആരെയും നിർബന്ധിച്ച് മതത്തിൽ ചേർക്കരുതെന്ന് പ്രവാചകന് പ്രത്യേകിച്ചും മുസ്ലിം സമൂഹത്തിന് പൊതുവിലും കർക്കശ നിർദ്ദേശം നൽകിയ മതമാണ് ഇസ്ലാം. മതം മാറുന്നത് തടയുന്ന RSSഉം പാർട്ടി മാറുന്നതിന് വിലക്കേർപ്പെടുത്തുന്ന CPMഉം മതം ബലം പ്രയോഗിച്ചടിച്ചേൽപ്പിക്കുന്ന താലിബാനും എല്ലാം തന്നെ ജനാധിപത്യ ശരീരത്തിന് കീടബാധ ഏൽപ്പിക്കുമെന്നുറപ്പാണ്. മനുഷ്യന്റെ ഉറക്കവും വിസർജിക്കാനുള്ള മെക്കാനിസവും പോലെ പ്രകൃതി അടിച്ചേൽപ്പിക്കുന്നതല്ല മതം. ബാഹ്യശക്തികൾ അടിച്ചേൽപ്പിച്ച് അനുസരിപ്പിക്കുന്നതുമായി കൂടാ മതം. ബലാത്കാരത്തിന്റെ എല്ലാ വർഗങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഈ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. സമ്പൂർണമായ വിശ്വാസ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയാലേ ജനാധിപത്യം പ്രായപൂർത്തി പ്രാപിക്കുകയുള്ളൂ. ഖുർആൻ 2-ാം അധ്യായം 256-ാം സൂക്തം മതത്തിൽ യാതൊരു ബലാത്കാരവുമില്ല എന്ന പ്രഖ്യാപനം വഴി സമ്പൂർണ്ണ വിശ്വാസ സ്വാതന്ത്ര്യം ഉദ്ഘോഷിക്കുകയാണ് ചെയ്യുന്നത്. ബലാത്കാരത്തിന്റെ എല്ലാ ഇനങ്ങളെയും നിർവിഷംഖം തള്ളിക്കളയുകയാണ് ഖുർആൻ. അറബി ദമ്പതികൾക്കിടയിലുള്ള ചില ആചാര സമ്പ്രദായങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പ്രസ്തുത വചനം അവതരിച്ചത് തന്നെ. കുട്ടികളുണ്ടാവാൻ താമസിച്ചാൽ ആദ്യ കുഞ്ഞിനെ ജൂതമതത്തിൽ ചേർത്തുകൊള്ളാമെന്ന് നേർച്ച നേരുന്ന പതിവുണ്ടായിരുന്നു മദീനയിലെ അറബികൾക്ക്. ഖുർആൻ അത് തള്ളിക്കളഞ്ഞു. മദീനയിൽ ഇസ്ലാം പ്രചരിപ്പിച്ചപ്പോൾ നേരത്തെ ജൂതനായി വളർത്തിയ കുഞ്ഞുങ്ങളെ ബലം പ്രയോഗിച്ച് ഇസ്ലാമിൽ ചേർക്കാൻ ചിലർ ദുഷ്ടരായി. നബി അതും അനുവദിച്ചില്ല. പ്രസ്തുത സന്ദർഭത്തിൽ മതം മാറ്റം നിർബന്ധിതമായി കൂടാ എന്ന് അള്ളാഹു ഖണ്ഡിതമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇച്ഛാശക്തിയും സ്വാതന്ത്ര്യവും അപരനു വേണ്ടി പണയപ്പെടുത്തുന്ന നിർബന്ധിതാവസ്ഥയുടെ എല്ലാ പ്രലോഭനങ്ങളും തള്ളിക്കളയുന്ന ഈ ഖുർആനിക പ്രഖ്യാപനം ജനാധിപത്യ സംസ്കാരത്തിന് ദിശയും വഴിയും തീർക്കാൻ പ്രയോജനമായി തീരേണ്ടതാണ്. ക്യാമ്പസുകളിലെ മതം മാറ്റമാണ് ഏറ്റവും സർഗാത്മകമായ മതം മാറ്റം. കാരണം എല്ലാ മാറ്റത്തിന്റെയും വിളനിലമാണ് ക്യാമ്പസ്. ഈശ്വരവിശ്വാസിയായി ക്യാമ്പസിലെത്തിയവൻ നിരീശ്വരനായി മാറിയാൽ അതിനെതിരെ ജിഹാദ് വിളിക്കേണ്ടതുണ്ടോ? സൃഷ്ടിവാദിയായി ക്യാമ്പസിലെത്തിയവൻ ഡാർവിനിസ്റ്റായി മാറിയാൽ അതിനെതിരെ ജിഹാദ് വിളിക്കേണ്ടതുണ്ടോ? പാരമ്പര്യ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചവൻ ശാസ്ത്രവാദിയായി മാറിയാലും മതനിഷ്ഠയുള്ളവൾ സ്ത്രീവാദിയായി മാറിയാലും അങ്ങനെയുള്ള ക്യാമ്പസിലെ മാറ്റങ്ങളെല്ലാം തന്നെ തടയുകയും തടയണ തീർത്ത് നിരോധിക്കുകയും ചെയ്യേണ്ടതുണ്ടോ? പിന്നെ ക്യാമ്പസ് എന്ന വാക്കിന് എന്തർത്ഥമാണ് അവശേഷിക്കുക? മതം മാറ്റത്തിനെതിരെ ക്യാമ്പസിന് കാവലേർപ്പെടുത്താൻ തീരുമാനിച്ചവർ ബുദ്ധിക്കും ദിഷണക്കും കമ്പിവേലി കെട്ടുകയാണ് ചെയ്യുന്നത്. ലവ് ജിഹാദ് എന്ന നുണബോംബ് പൊട്ടിക്കൊണ്ടിരിക്കെ വായിച്ച 2 വാർത്തകൾ ഈ പ്രബുദ്ധവേദിയുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. വാർത്ത 1:
5 മലയാളികളടക്കം 18 യുവതികളെ ലൈംഗികമായി ആസ്വദിച്ച ശേഷം സയനൈഡ് ഗുളിക നൽകി കൊലപ്പെടുത്തിയ മംഗലാപുരം ബഡ്ഡുവാൾ സ്വദേശി മോഹൻകുമാർ എന്ന ആനന്ദ് പോലീസ് കസ്റ്റഡിയിലാണ്. പ്രണയം നടിച്ച് വലയിലാക്കി ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ യുവാക്കളുടെ എണ്ണത്തെക്കുറിച്ച് കൊലപാതക പരമ്പരയിലെ പ്രതി മോഹൻകുമാറിന് ഒരു നിശ്ചയവുമില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം വെളിപ്പെടുത്തിയതായും വാർത്തയുണ്ട്. ഇരകളുടെ എണ്ണം 25-ലധികമാകുമെന്ന നിഗമനത്തിലാണ് ഒടുവിൽ പോലീസ് എത്തിയിരിക്കുന്നത്. എല്ലാ പ്രവൃത്തികൾക്കും കാരണം മോഹൻകുമാറിന്റെ സമയദോഷമാണെന്നും ഹോമം നടത്തിയാൽ എല്ലാ ദുരിതങ്ങളും മാറുമെന്നും വീട്ടിനടുത്തുള്ള ക്ഷേത്രത്തിലെ പൂജാരി പറഞ്ഞതായി മോഹൻകുമാറിന്റെ മാതാവ് ചിത്ര പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്നു കരുത്തനായ ഈ ലവ് ജിഹാദ് താരം. സംഘപരിവാരം ജിഹാദിന് നൽകുന്ന നിർവചനം പ്രണയാനന്തരം ഇത്ര ഭംഗിയായി നടപ്പിലാക്കിയ മറ്റൊരാളെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ലക്ഷണമൊത്ത ലവ് ജിഹാദ്. മോഹൻകുമാർ എന്ന ആനന്ദ് പ്രണയിച്ച് ലൈംഗിക ചൂഷണം നടത്തി കൊന്നുകളഞ്ഞ അനിത, ഹേമവതി, ശശികല എന്നിവരടക്കം 5 യുവതികളെ മുസ്ലിം ചെറുപ്പക്കാർ മതം മാറ്റി നാടുകടത്തിയിരിക്കുന്നു എന്ന് സംഘ് പ്രചാരണം കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് ഇയാൾ വലയിലായത്. ഗുരുപുര ആശ്രമത്തിലെ സ്വാമി ശേഖരാനന്ദയുടെ നേതൃത്വത്തിൽ പ്രസ്തുത യുവതികളെ കണ്ടെത്താനായി പ്രക്ഷോഭവും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ലവ് ജിഹാദ് സംഘം കർണാടകയിൽ ശക്തമാണെന്നും ഇവർക്കെതിരെ അന്വേഷണം നടത്തി 3 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നും കർണാടക ഹൈക്കോടതി ഉത്തരവിട്ട അന്നു തന്നെയാണ് മോഹൻകുമാർ വലയിലായത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. പ്രതി മോഹൻകുമാർ എന്ന ആനന്ദ് ആയതിനാൽ നടന്ന സംഭവത്തെ ഒരു വെജിറ്റേറിയൻ ആർഷഭാരത സാംസ്കാരിക പ്രവർത്തനമായിട്ടേ സംഘപരിവാറിനും മനോരമയ്ക്കും കൗമുദിക്കും സമാന മനസ്കർക്കുമൊക്കെ കാണാൻ കഴിയുകയുള്ളൂ എന്ന് വിചാരിക്കുന്നതാണ് നല്ലത്. സംഭവം മുൻനിർത്തി കൂടുതൽ അന്വേഷണം നടത്താനുള്ള ഉത്തരവിടാനൊന്നും കോടതിക്ക് താൽപര്യമുണ്ടാകണമെന്നില്ല. കാരണം ഭാരതമാതാവിന്റെ പ്രിയപ്പെട്ട മക്കളുടെ ലൈംഗിക വീര്യത്തെ അത് കെടുത്തിക്കളയുമെന്ന് ന്യായമായും ഭയക്കേണ്ടിയിരിക്കുന്നു. പോലീസിന്റെ ആത്മവീര്യം ചോർന്നുപോകുമെന്ന് പറഞ്ഞാണല്ലോ ബഡ്ല ഹൌസ് കൊലപാതകത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തരുത് എന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ആ സുപ്രീംകോടതിയുടെ അനിയൻ തന്നെയാണല്ലോ ഈ ഹൈക്കോടതിയും. മോഹൻകുമാർ ഒരു ലൈംഗിക മനോരോഗിയാണെന്നുള്ള കണ്ടെത്തലിന് നാം കാത്തിരിക്കുക. അദ്ദേഹത്തിന് വിദഗ്ധ വിദേശ ചികിത്സ ഗവൺമെന്റ് ചിലവിൽ തന്നെ നടത്തിക്കൊടുക്കുവാനുള്ള ആവശ്യവും ഉയർന്നുകൂടായികയില്ല. വാർത്ത 2. കൈക്കുഞ്ഞുമായി കോടതിയിലെത്തിയ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം KG ഗോപികയെ കോടതി പിതാവിനോടൊപ്പം വിട്ടു. യൂത്ത് കോൺഗ്രസ് നേതാവായ ചേന്നമംഗലം സ്വദേശി സാജുവാണ് കുഞ്ഞിന്റെ പിതാവെന്ന് ഗോപിക കോടതിയെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ അടുപ്പത്തിലാവുകയായിരുന്നു ഇരുവരും. ഒളിവിൽ പോയ ഇരുവരും കോയമ്പത്തൂരിലെ ക്ഷേത്രനടയിൽ അച്ഛനമ്മമാർ അറിയാതെ വിവാഹിതരായി. ബഹുമാനപ്പെട്ട കോടതിയോട് ലക്ഷ്യബോധത്തോടെ ചോദിക്കാനുള്ളത്, ഗോപിക സാജു പ്രണയത്തെ മുൻനിർത്തി ലവ് ഇലക്ഷൻ ഇഫക്ട് കേരളത്തിൽ വ്യാപകമാണോ എന്നന്വേഷിക്കാൻ ഉത്തരവിടാൻ സന്നദ്ധമാണോ എന്നാണ്. ബഹുമാനപ്പെട്ട കോടതിയോട് ലക്ഷ്യബോധത്തോടെ അന്വേഷിക്കാനുള്ളത്, ഗോപിക സാജു പ്രണയത്തെ മുൻനിർത്തി ലവ് ഇലക്ഷൻ ഇഫക്ട് കേരളത്തിൽ വ്യാപകമാണോ എന്നന്വേഷിക്കാൻ ഉത്തരവിടാമോ എന്നാണ്. ഈ സംഭവങ്ങളിലൊന്നും ഒരു മുസ്ലിമില്ല. അതിനാൽ ആർക്കും ആശങ്കകളില്ല, പ്രതിഷേധമില്ല, അന്വേഷിക്കണമെന്ന ആഗ്രഹമില്ല. വംശീയതയുടെ കാളമൂത്ര ഗന്ധമാണ് ലവ് ജിഹാദ് എന്ന ആക്രോശത്തിൽ തെളിഞ്ഞു കാണുന്നത്. ഇതിന്റെ വർത്തമാനകാല കേരളീയ പരിസരം ഇസ്ലാമിക സമൂഹത്തിന്റെ നവോന്മേഷമാണ്. കേരളീയ പൊതുസമൂഹത്തിലെ നിറസാന്നിധ്യമായി മുസ്ലിം വിദ്യാർത്ഥി യുവജന സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ അവരെ കാമവെറിയന്മാരും പൈങ്കിളി ലാസ്യക്കാരും സ്വവർഗാനുരാഗികളുമായി ചിത്രീകരിക്കാനുള്ള വംശീയ ചോര സംഘ് ഭരണശാലകളിലും അവരുടെ പേനയുന്തികൾ നിറഞ്ഞു നിൽക്കുന്ന പ്രിന്റ് ഇലക്ട്രോണിക് ഡെസ്കുകളിലും തിളച്ചുമറിയുകയാണിന്ന്. മെഡിക്കൽ കോളേജിലെ മുസ്ലിം നിറസാന്നിധ്യം കണ്ട് ഇതെന്താ അറബിക് കോളേജോ എന്ന് ചോദിച്ച ഒരു പ്രൊഫസറെക്കുറിച്ച് വായിച്ചറിവുണ്ട്. ഡോക്ടറാവേണ്ടവനും എഞ്ചിനീയറാവേണ്ടവനും ബിരുദം നേടേണ്ടവനും ബിരുദാനന്തര ബിരുദം നേടേണ്ടവനുമാണോ മുസ്ലിം എന്ന ഫ്യൂഡൽ മുതലാളിത്ത ബ്രാഹ്മണ്യ മനോഭാവത്തിന്റെ പുഴുത്തുനാറുന്ന വ്രണത്തിൽ നിന്ന് പുറത്തുചാടിയ ഭീമൻ പുഴുവാണ് ലവ് ജിഹാദ് പദനിർമ്മിതി. വംശീയത, വർഗീയത, സ്ത്രീവിരുദ്ധത, ജനാധിപത്യ നിരാകരണം, മനുഷ്യാവകാശ ലംഘനം, വിശ്വാസസ്വാതന്ത്ര്യ നിഷേധം തുടങ്ങിയ ബഹുരോഗാണുക്കളെ വഹിക്കുന്ന ആ പുഴുവിന് വിരുന്നൂട്ടുന്നതിൽ കേരളീയ പ്രബുദ്ധ പൊതുമണ്ഡലത്തിൽ രൂപപ്പെട്ട ഐക്യമുന്നണിക്കെതിരെ നാം കൂട്ടമായി ഓക്കാനം സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. ഇതൊരു നിർണായക സന്ദർഭമാണ്.
ജനാധിപത്യ ചേരിയും വംശീയ ചേരിയും പരസ്പരം വേർതിരിയുന്ന നിർണായക സന്ദർഭം. അന്യായമായി അപരവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തോടൊപ്പം നിൽക്കണോ, അതല്ല ഭീകരമായ സവർണ ബോധ നിർമ്മിതിയുടെ ഇരയായി മാറണോ എന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ട ചരിത്ര സന്ദർഭം. ലവ് ജിഹാദ് പ്രശ്നത്തെ മുസ്ലിം പ്രശ്നമായി ചുരുക്കിക്കെട്ടിയാൽ നാം ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. ഗുജറാത്ത് മുസ്ലിം പ്രശ്നമായി ചിലരെങ്കിലും ചുരുക്കിക്കെട്ടിയപ്പോൾ ഒറീസ അവർക്ക് മറുപടി പറഞ്ഞത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. മുസ്ലിം ഹിന്ദുവിനെ പ്രണയിക്കുന്നു എന്നതല്ല യഥാർത്ഥ വിഷയം. മലയാളി ബുദ്ധിജീവി സമൂഹം സവർണ വംശീയതയെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് പ്രധാന പ്രശ്നം. കേരളീയ നവോത്ഥാന നിർമ്മിതിയിലും കേരളീയ സമൂഹത്തിന്റെ വർത്തമാനകാല വികാസ പ്രക്രിയയിലും നിർണായകമായ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ സാമൂഹ്യമായി ബഹിഷ്കരിച്ച് അപരവൽക്കരിച്ച് മറ്റൊരു കേരളം പണിയാൻ പോവുകയാണോ ഇവർ? RSSും SNDPയും NSSും മനോരമയും കൗമുദിയും മറ്റുള്ളവരും സമാന മനസ്കരും കൈകോർത്ത് പിടിക്കുന്നത് വംശീയമായി പിളരുന്ന ഒരു കേരളത്തെ നിർമ്മിക്കുന്നതിനു വേണ്ടിയാണോ? ഹിന്ദുവും മുസ്ലിമും കമ്മ്യൂണിസ്റ്റും ക്രിസ്ത്യാനിയും ശ്രീനാരായണീയനും നായരും നമ്പൂതിരിയും ഒന്നിച്ചു പഠിക്കുന്ന വിദ്യാലയങ്ങൾ ഇനി നമുക്ക് വേണ്ടേ? മതജാതി ഭിന്നതകൾ മറന്ന് പരസ്പരം ആത്മാർത്ഥമായി പുഞ്ചിരിക്കുന്ന ക്ലാസ് മുറികളും ഹോസ്റ്റൽ മുറികളും ഇനി അന്യമാകണമെന്നാണോ? ഭീകരമായ ഈ ചോദ്യത്തിനു മുമ്പിൽ, ഭീകരമായ പ്രഭാതങ്ങൾ പിറക്കാനുള്ള സാധ്യതയ്ക്ക് മുമ്പിൽ ഈ പ്രബുദ്ധവേദി കൂടുതൽ ആലോചന നിമഗ്നമാകണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. കേരളത്തിന് അഭിമാനകരവും ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ നിന്ന് കേരളത്തെ വേറിട്ടു നിർത്തുന്നതുമായ രാഷ്ട്രീയ പ്രബുദ്ധതയെ തകർത്തു കളയാനുള്ള ഗൂഢമുന്നണി മറക്ക് പിന്നിൽ രൂപപ്പെട്ടു വരുന്നെന്നല്ല, അരങ്ങിൽ ആടിത്തുടങ്ങിയിരിക്കുന്നുവെന്നാണ് ലവ് ജിഹാദ് പദനിർമ്മിതി നൽകുന്ന രാഷ്ട്രീയ മുന്നറിയിപ്പ്. കേരളത്തിന് അഭിമാനകരവും ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ നിന്ന് കേരളത്തെ വേറിട്ടു നിർത്തുന്നതുമായ രാഷ്ട്രീയ പ്രബുദ്ധതയെ തകർത്തു കളയാനുള്ള ഗൂഢമുന്നണി മറക്ക് പിന്നിൽ രൂപപ്പെടുന്നുവെന്നല്ല, അരങ്ങിൽ ആടിത്തുടങ്ങിയിരിക്കുന്നുവെന്നാണ് ലവ് ജിഹാദ് പദനിർമ്മിതി നൽകുന്ന രാഷ്ട്രീയ മുന്നറിയിപ്പ്. ആഗോളതലത്തിൽ രൂപപ്പെട്ട ഇസ്ലാം വിരുദ്ധ ജിഹാദ് പരമ്പരയിലെ ഒടുവിലത്തെ എപ്പിസോഡാണിത്. മുംബൈയിലും ബട്ട്ല ഹൌസിലും ഐസൻഗഡിലും ഈരാറ്റുപേട്ടയിലും നിറഞ്ഞാടിയ സാമ്രാജ്യത്വ ദുർഭൂതത്തിന്റെ പുതിയ ക്ലോൺ രൂപം മാത്രമാണ് ലവ് ജിഹാദ് പദപ്രയോഗം. കുസാറ്റിൽ നിന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കുസാറ്റിൽ നിന്ന് ഷിപ്പ് ഡിസൈനിങ്ങിൽ ഉന്നത നിലവാരത്തിൽ പാസായ വി അയ്യൂബി എന്ന യുവാവ് അമേരിക്കൻ കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. ലവ് ജിഹാദിന്റെ പേരിൽ പോലീസ് കമ്പനിക്ക് നൽകിയ ഭീകര മുന്നറിയിപ്പ് പ്രകാരമാണ് ആ പിരിച്ചുവിടൽ. അമേരിക്ക നടത്തിയ, ഇന്ത്യ പിന്നീട് ഏറ്റെടുത്ത, കേരള പോലീസും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ സവർണ പ്രത്യയശാസ്ത്ര നടപടിക്രമത്തിന്റെ ഭാഗം തന്നെയാണോ ഇത് എന്ന് അതുകൊണ്ട് നാം ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തിന്റെ പേരിലാണ് അയ്യൂബ് പുറത്താക്കപ്പെട്ടത്? അയ്യൂബിന് ജോലി നഷ്ടപ്പെട്ടത് പോലീസ് സമ്മർദ്ദം മൂലമാണ്. സമ്മർദ്ദമുണ്ടാകാൻ അയ്യൂബ് ചെയ്ത തെറ്റ് ബിടെക് ബിരുദധാരിയും തിരുവനന്തപുരം സ്വദേശിനിയുമായ PR ശ്രുതിയെ വിവാഹം കഴിച്ചുവെന്നതാണ്. പ്രായം തികഞ്ഞ ആ ബിരുദധാരി ചെയ്ത തെറ്റ് ബോധപൂർവം ഇസ്ലാമിനെ പുൽകി എന്നതുമാണ്. കേരള പോലീസിന്റെ ഈ കർസേവയ്ക്ക് മുമ്പായി കുമ്മനം രാജശേഖർ മറ്റൊരു കർസേവ ജന്മഭൂമിയിൽ നടത്തിക്കഴിഞ്ഞിരുന്നു. ക്രിസ്ത്യൻ യുവാവിനെ പരിണയിച്ച വനിതാ ജേർണലിസ്റ്റിനെയാണ് കുമ്മനം രാജശേഖർ ജന്മഭൂമിയിൽ നിന്ന് പുറത്താക്കിയത്. കൊടിയേരിയുടെ പോലീസും കുമ്മനം രാജശേഖരന്റെ ജന്മഭൂമിയും ഒരേ തൂവൽ പക്ഷികളായി പെരുമാറുന്നുവോ എന്ന് സംശയിച്ചു പോവുകയാണ്. ഈ രാഷ്ട്രീയ കാലാവസ്ഥയെ നിശബ്ദം, നിസ്സംഗം, നിഷ്ക്രിയം എതിരേൽക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ ചുറ്റുപാടിലാണോ നാം ജീവിക്കുന്നത് എന്ന് സംശയിച്ചു പോവുകയാണ്. ജിഹാദ് എന്ന പദത്തെ സാമ്രാജ്യത്വവും ബ്രാഹ്മണ്യ സവർണതയും ചേർന്ന് തോളോട് തോൾ ചേർന്ന് വിഭജിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണവും അന്വേഷിക്കേണ്ടതാണ്. മാറ്റമാണ് ജിഹാദിന്റെ ആകെപ്പൊരുൾ. മാറ്റത്തിനു വേണ്ടിയുള്ള ആത്മീയാധ്വാനം മുതൽ കായികാധ്വാനം വരെ ഉൾച്ചേർന്നതാണ് ജിഹാദ്. അപ്രതിരോധ്യമായ ദൈക്ഷണിക പ്രവർത്തനവും ജിഹാദിന്റെ മർമ്മമാണ്. മർദ്ദകപക്ഷത്ത് നിലയുറപ്പിക്കുന്ന സാമ്രാജ്യത്വ ലോബിയോട് എതിര് പറയാൻ ഒരു തലമുറയെ പ്രാപ്തമാക്കുന്ന മതവും രാഷ്ട്രീയവുമാണ് ജിഹാദിന് പ്രക്ഷേപണം ചെയ്യുവാനുള്ളത്. കടലിലും കരയിലും റോഡിലും തോടിലും
തെരുവിലും ഊരിലും സാമ്രാജ്യത്വ സവർണ ക്രൂരതകൾക്ക് ഇരയാക്കപ്പെടുന്ന അഭയാർത്ഥികളായി പുറത്തെറിയപ്പെടുന്ന ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ് ജിഹാദിന്റെ രാഷ്ട്രീയ പ്രയോഗത്തിന് ഇന്ന് നേതൃത്വം നൽകി വരുന്നത്. പ്രാച്ചിമടയിലെയും ചെങ്ങറയിലെയും ബംഗ്ലാദേശ് കോളനിയിലെയും കുടിലുകളിൽ പോയി കുഞ്ഞുങ്ങൾക്ക് സ്ലേറ്റും പെൻസിലും പുസ്തകവും യൂണിഫോമും സമ്മാനിച്ച പുതിയ തലമുറയുടെ ആക്ടീവിസത്തെ പ്രതിനിധീകരിക്കുന്ന ക്യാമ്പസിലെ മക്കളെയാണ് ലവ് ജിഹാദിന്റെ പേരിൽ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കെതിരിലാണ് ലവ് ജിഹാദ് വിളി നടന്നുകൊണ്ടിരിക്കുന്നത്. ദരിദ്രരുടെ ഊരുകളിലേക്ക് കാലെടുത്തു വെക്കുവാൻ ഒരു ജനതയെ പ്രാപ്തമാക്കുന്ന ജിഹാദി മനസ്സിനെ മലിനമാക്കുവാനുള്ള ഗൂഢതന്ത്രമെന്നല്ലാതെ മറ്റെന്താണിത്? KEN മുന്നോട്ട് വെച്ച മുദ്രാവാക്യത്തിന് ഒരു ചെറിയ ഭേദഗതി പറയുകയാണ്. ലവ് ജിഹാദ് മുർദാബാദ്, ജിഹാദ് സിന്ദാബാദ്. മുതലാളിത്തത്തോട് അരുതെന്ന് പറയുന്ന ജിഹാദാണത്. വികസനത്തിന്റെ ഇരകൾക്ക് അഭയമേകുന്ന ജിഹാദാണത്. ദലിത് ആദിവാസി കുഞ്ഞുങ്ങൾക്ക് സ്ലേറ്റും പെൻസിലും എത്തിച്ചു കൊടുക്കുന്ന ജിഹാദാണത്. തെരുവിന്റെ മക്കൾക്ക് കൂരയൊരുക്കുന്ന ജിഹാദാണത്. രോഗാണുവിനും കീടനാശിനിക്കും ഇരയായവർക്ക് ഔഷധവും ഭക്ഷണവും നൽകുന്ന ജിഹാദാണത്. ആ ജിഹാദിനോടൊപ്പം നിൽക്കാൻ ധൈര്യമുണ്ടോ എന്നുകൂടി ഈ സംവാദം കേരളീയ പ്രബുദ്ധതയെ വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നന്ദി, അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ശക്തമായ, വളരെ മൂർച്ചയുള്ള, യാഥാർത്ഥ്യങ്ങൾ വ്യക്തമായി വിളിച്ചു പറയുന്ന ഒരു പ്രബന്ധമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ പ്രബന്ധത്തോടുള്ള പ്രതികരണം ആണ്, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന വിഷയത്തോടുള്ള മനോഭാവം, കാഴ്ചപ്പാടാണ് ഇവിടെ വളരെ പ്രഗത്ഭരായിട്ടുള്ള, നമുക്കെല്ലാം സുപരിചിതരായിട്ടുള്ള വ്യക്തികൾ നടത്താൻ പോകുന്നത്. ആദ്യം ഈ ചർച്ചയിൽ ഇടപെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ശ്രീ വി മുരളീധരൻ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്വാഗതം ആശംസിച്ച ശ്രീ PC ബഷീർ സംസാരിച്ച ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇത്തരത്തിലുള്ള സംവാദങ്ങൾ ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം അദ്ദേഹം സൂചിപ്പിച്ചു. നമ്മുടെ നാടിന്റെ ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. സംവാദങ്ങളുടെയൊക്കെ ലക്ഷ്യം അറിയാനും അറിയിക്കാനുമാണ്, വാദിക്കാനും ജയിക്കാനുമല്ല. അടിവരയിട്ടുകൊണ്ട് ഞാൻ അതിനെ പിന്താങ്ങുന്നു. ആ ഒരു ഉദ്ദേശത്തോടുകൂടി ഇങ്ങനെയൊരു ചർച്ച ഇവിടെ സംഘടിപ്പിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണ്. വിഷയാവതാരകൻ ചൂണ്ടിക്കാണിച്ച എല്ലാ കാര്യങ്ങളിലേക്കും കടന്നുപോകാൻ എനിക്ക് സാധിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇവിടെ ഈ ലിസ്റ്റ് പങ്കെടുക്കുന്ന ആളുകളുടെയൊക്കെ പേര് വായിച്ചപ്പോഴും വിഷയാവതരണം കേട്ടപ്പോഴും അദ്ദേഹം ചില സ്ഥലങ്ങളിൽ സംഘപരിവാർ, ഞാനതൊരു ഇൻവേർട്ടഡ് കോമയിൽ ഇടുകയാണ്, സംഘപരിവാർ എന്ന് പറഞ്ഞിട്ട് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ആർഷഭാരത സംസ്കാരം എന്ന് പറഞ്ഞിട്ട് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാനിവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ആർഷഭാരത സംസ്കാരത്തെക്കുറിച്ചും ഹിന്ദുത്വത്തെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കാനുള്ള എന്റെ അർഹത എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ അർഹതയുള്ള ഒരാളെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ മതപണ്ഡിതനായിട്ടുള്ള ഹിന്ദു തത്വശാസ്ത്രങ്ങളിൽ സനാതന ധർമ്മത്തെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് കുറെ കൂടി ഉചിതമായനെ എന്നെനിക്ക് ഒരു അഭിപ്രായമുണ്ട്. പിന്നെ സംഘപരിവാർ എന്ന് പറയുന്നൊരു സംഭവത്തെക്കുറിച്ച് അതെന്താണ് എന്നുള്ളത് ഒരുപക്ഷെ എന്നെ അതിന്റെ ഒരു പ്രതിനിധിയായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. കാരണം ഇല്ലാത്ത ഒന്നിന്റെ ഒരു പ്രതിനിധിയായിട്ട് ഞാനിവിടെ സംസാരിക്കണമോ എന്നുള്ളതാണ് എനിക്കറിയാത്തൊരു കാര്യം. കാരണം സംഘപരിവാർ എന്നുള്ളത് ഒരുപക്ഷെ കൊളോക്കിയൽ ടേംസിൽ ഒരുപക്ഷെ പലരും ഉപയോഗിക്കുന്നുണ്ടാവാം. സംഘപരിവാർ എന്നുള്ളത് കഴിഞ്ഞ കുറെ കാലങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു വാക്കാണ്. മാധ്യമങ്ങളാണ് ആ വാക്കിന് വലിയൊരു പ്രചാരം കൊടുത്തത്. പരിവാർ എന്നുള്ള വാക്കിന് ഹിന്ദി അർത്ഥം കുടുംബം എന്നാണ്. സംഘം എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെയാണ്. ഇപ്പൊ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കുടുംബം എന്നാണ് അർത്ഥമെങ്കിൽ അതൊരു വലിയ കൂട്ടുകുടുംബമാണ്. ആ കൂട്ടുകുടുംബത്തില് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ പലരും ആ കൂട്ടുകുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്. കാരണം
ഈ നാടിന്റെ സംസ്കാരത്തെ അംഗീകരിക്കുന്ന ആൾക്കാരൊക്കെ ആ കൂട്ടുകുടുംബത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതിൽ പല അഭിപ്രായങ്ങളുണ്ടാവും, പല വിശ്വാസങ്ങളുണ്ടാവും, പല രീതികളുണ്ടാവും. അപ്പൊ അതിന്റെയൊക്കെ പ്രതിനിധിയാണോ ഞാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കും പൂർണ്ണമായിട്ടും അത് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എനിക്കിവിടെ വരെ പരിമിതമായിട്ടുള്ള ചില കാര്യങ്ങളെ അങ്ങനെ ഒരു റോളാണ് ഉള്ളത്. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം ആധികാരികമായിട്ട് പറയാൻ അവകാശവും അർഹതയുമുള്ള ഒരാളായിട്ട് ഞാൻ സ്വയം കണക്കാക്കുന്നു. മറ്റു ചില വിഷയങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാൻ സാധിക്കുമായിരിക്കും. ഏതായാലും അദ്ദേഹത്തിന്റെ വിഷയം, പ്രബന്ധ അവതരണം വളരെ നന്നായി. അതിലുള്ള ചില ദുസ്സൂചനകൾ ഞാൻ അവഗണിക്കുന്നു. കാരണം ആ ദുസ്സൂചനകൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനത് അങ്ങനെ അങ്ങ് വിടുകയാണ്. ഏതായാലും ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് മതം മാറ്റത്തിന്റെ മതവും രാഷ്ട്രീയമാണെങ്കിലും കടന്നുവന്ന വിഷയം പ്രധാനമായിട്ട് ഈ ലവ് ജിഹാദ് എന്നുള്ള പേരിൽ ഇപ്പൊ പ്രചാരം കിട്ടിയിട്ടുള്ള ഒരു സംഭവമെന്നോ പ്രതിഭാസമെന്നോ എന്താണത് എന്നുള്ള കാര്യം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനത്തെ അംഗീകരിക്കുന്നില്ല. 100% അല്ല 101% ഉണ്ടെങ്കിൽ ആ 101% എനിക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആരെയും നിർബന്ധിതമായിട്ട് മാറ്റാൻ പാടില്ല. കാരണം മതം എന്ന് പറഞ്ഞാൽ ഈ മതത്തിന്റെ ആവശ്യകത എന്താ? മതം ആധ്യാത്മികതയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാത്രമാണ്. ആത്യന്തികമായിട്ട് ആധ്യാത്മികതയാണ് മനുഷ്യരെല്ലാവരും ശ്രമിക്കുന്നത്. എല്ലാ മതങ്ങളുടെയും ആധ്യാത്മികതകൾ തമ്മിൽ ഒരു പ്രത്യേക തലത്തിൽ യോജിപ്പുണ്ട്. അതുകൊണ്ടാണ് ഭാരതീയ ദർശനങ്ങളിൽ ഏകം സത് വിപ്ര ബൗദ്ധാവദന്തി എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സത്യം ഒന്നാണ്, ആ സത്യത്തിലേക്കുള്ള മാർഗം പലതാണ്. അതിൽ ഏത് മാർഗവും സ്വീകരിക്കാം. വിദ്വാൻമാർ അതിനെ പലതായിട്ട് വ്യാഖ്യാനിക്കുന്നു എന്ന് നമ്മളെ ഈ നാട്ടിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതാണ്. ഇന്നലെ ഞാനിവിടെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ ശതാബ്ദി ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടായി. അവിടെ പാണക്കാട് സയ്യിദ് ശിഹാബ് അലി തങ്ങൾ അദ്ദേഹം സംസാരിച്ചിരുന്നു. അദ്ദേഹം അനുഗ്രഹ പ്രഭാഷണം നടത്താൻ വന്നു. ഒരു ക്ഷേത്രത്തിന്റെ ശതാബ്ദിയാണ്. ഇപ്പൊ ക്ഷേത്രത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ ആ ശതാബ്ദിക്ക് അനുഗ്രഹിച്ചുകൊണ്ട് ഒരു ക്ഷേത്രാരാധനയിൽ വിശ്വാസം ഉള്ളതായിട്ട് എനിക്കിതുവരെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ക്ഷേത്രാരാധനയിൽ വിശ്വാസമില്ലാത്ത ആളാണെന്ന് തന്നെയാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്. അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. അങ്ങനെയുള്ള ഒരാള് അനുഗ്രഹ പ്രഭാഷണം നടത്താൻ വന്നപ്പോൾ എനിക്ക് തോന്നി വളരെ നല്ല കാര്യം. അദ്ദേഹം സംസാരിച്ചത് കേട്ടപ്പോൾ എനിക്ക് വളരെ കൂടുതൽ നന്നായിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞു, ഭാരതീയ സംസ്കാരത്തിന്റെ പ്രത്യേകത, ഭാരതീയ പാരമ്പര്യത്തിൽ ഋഷിമാരുടെയും സന്യാസിമാരുടെയും സൂഫിമാരുടെയും പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ നാട്ടിലെ നമ്മുടെ ജീവിത രീതികളും നമ്മുടെ പെരുമാറ്റവും ഒക്കെ ഒരുപക്ഷെ അറേബ്യൻ നാടുകളിൽ സൂഫിമാരുണ്ടാവും, പക്ഷെ ഋഷിമാരും സന്യാസിമാരും ഇല്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതൊന്നുമില്ല. അപ്പൊ ഈ യൂറോപ്യൻ രാജ്യങ്ങളും അറബ് നാടുകളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഈ നാടിന്റെ സംസ്കാരത്തിന്റെ പ്രത്യേകതകൾക്ക് കാരണം ഇത് മൂന്നും ഉണ്ടായിട്ടുള്ള ഒരു നാട് എന്നുള്ള നിലയിലാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഭാരതീയ സംസ്കാരത്തെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നി. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ മതത്തെയും ആധ്യാത്മികതയും കാണുന്നത്. ആധ്യാത്മികതയിലേക്ക് എത്താൻ പല വഴികളുണ്ട്. കാരണം എന്താ ആധ്യാത്മികത? ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ തന്നെ ഈശ്വരന്റെ ചൈതന്യമാണ്. അതാണ് ആധ്യാത്മികതയുടെ ഏറ്റവും അവസാനത്തെ വഴി. അതിനാണ് ഹിന്ദു ധർമ്മത്തിൽ പറയുന്നത് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ചൈതന്യമാണ്. തത്വമസി എന്ന് പറഞ്ഞാൽ നിങ്ങളും ആ ബ്രഹ്മത്തിന്റെ ഭാഗമാണ്. ഇതം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ്, ഇതെല്ലാം ചൈതന്യമാണ്. ഇതെല്ലാം ചൈതന്യമാണ്, ഞാനും നിങ്ങളുമൊക്കെ ആ ചൈതന്യത്തിന്റെ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ അതാണ് ആത്യന്തികമായിട്ടുള്ള ഈശ്വര ചൈതന്യം സാക്ഷാത്കരിക്കുന്നതിന്റെയും ആധ്യാത്മികതയുടെയും ഒക്കെ തന്നെ പരമ അവസ്ഥ. ഇതിലെത്താനുള്ള മാർഗങ്ങളാണ് മതങ്ങൾ. ഇപ്പൊ സംഭവിക്കുന്നത്, അപ്പൊ ഇതിനെത്താനുള്ള മാർഗങ്ങളാണെങ്കിൽ ഈ മാർഗങ്ങൾ ഏതായാൽ എന്താ? ഏത് മാർഗമായിക്കോട്ടെ, ആത്യന്തികമായിട്ട് എത്തേണ്ട പരമസത്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വിവിധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൽ എന്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവണം? അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട കാര്യമില്ല.
ഇനി പ്രണയത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. വളരെ ഉദാത്തമായിട്ടുള്ള സങ്കല്പമാണ്. ഞാനും കോളേജിൽ പഠിച്ച ആള്. ഇപ്പൊ പ്രണയത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ കോളേജിൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രണയത്തിൽ. പ്രണയം എന്ന് പറയുന്ന വികാരം എല്ലാ മനുഷ്യന്റെയും ഉള്ളിലുള്ളതാണ്. കാരണം സഹജീവികളോടും കൂടെയുള്ള ആളുകളോടും ഒക്കെയുള്ള ഒരു സ്നേഹം, ആ സ്നേഹത്തിന്റെ ഒരു പ്രത്യേക അവസ്ഥയാണ് ആ പ്രണയം. ആ പ്രണയം മാംസനിബദ്ധമാവണം എന്ന് നിർബന്ധമില്ല. പലപ്പോഴും പ്രണയത്തെ മാംസനിബദ്ധമായിട്ട് കാണുമ്പോഴാണ് ആ പ്രണയത്തിന് തകരാറ് സംഭവിക്കുന്നത്. പ്രകൃതിയെ പ്രണയിക്കുന്ന ആൾക്കാരില്ലേ? നമുക്ക് പ്രണയിക്കാം. ഈ സർവ്വചരാചരങ്ങളെയും ലോകത്തെ മുഴുവൻ തന്നെ പ്രണയിക്കാം. പക്ഷെ അതൊക്കെ തന്നെ എന്റേതാവണം എന്ന് ആഗ്രഹിക്കുമ്പോ അത് ആവശ്യമാണോ? ഞാൻ പ്രണയിക്കുന്നതിനെ അതേപടി നിലനിർത്താൻ, ഞാനൊരു റോസാപ്പൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് പറിച്ചെടുത്ത് എന്റെ കയ്യിൽ വെക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നതിന് പകരം അത് എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ ഭംഗിയോടുകൂടി നിൽക്കട്ടെ, അത് നോക്കിക്കാണാൻ എനിക്ക് സാധിക്കണം, ബാക്കിയുള്ളവർക്ക് സാധിക്കണം. അതല്ലേ ഏറ്റവും നല്ല പ്രണയം? അപ്പൊ അതിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഇപ്പൊ ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു. എന്താ ഈ സംഭവം പുറത്തു വരാനുള്ള കാരണം? പത്തനംതിട്ട ഒരു കോളേജിലെ കുട്ടികളെ തമ്മിൽ ഇഷ്ടപ്പെട്ടു, പ്രേമിച്ചു, അവരെ കല്യാണം കഴിച്ചു, കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സംഭവങ്ങൾ. ഞാൻ അതിന്റെ ചരിത്രത്തിലേക്കൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ, ഇത്രയും വലിയ സംഖ്യയിൽ ആൾക്കാർ വരുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഇതാണ് ഈ മുഴുവൻ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. അങ്ങനെ തുടക്കം കുറിച്ചപ്പോ നമ്മുടെ നാട്ടിലെ ഉത്തരവാദപ്പെട്ട സംഘടനകളിൽപ്പെട്ട ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരും പൊതുപ്രവർത്തകരും ഒക്കെ പറഞ്ഞു, ഇതിന്റെ പിന്നിൽ ഒരു ഡിസൈൻ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഡിസൈൻ ഉണ്ടോ എന്ന്. സംഭവിക്കുന്നു, യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നു. പ്രണയം തെറ്റാണോ? തെറ്റല്ല. പ്രണയിച്ചതിന് ശേഷം അവർ തമ്മിൽ വിവാഹം നടത്തുന്നത് തെറ്റാണോ? തെറ്റല്ല. ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല, ഒരിക്കലും അത് തെറ്റാണെന്ന് പറയില്ല. അങ്ങനെ വിവാഹിതരായതിന് ശേഷം അവരാരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറി എന്നിരിക്കട്ടെ, അത് തെറ്റാണോ? തെറ്റല്ല. തെറ്റെവിടെയാ? തെറ്റായിട്ടുള്ള കാര്യം ഈ പ്രണയം എന്നുള്ള ഉദാത്തമായിട്ടുള്ള വികാരത്തെ ഗൂഢ ഉദ്ദേശത്തോടു കൂടിയിട്ട് പ്രയോഗിക്കുന്നുണ്ടോ എന്നുള്ളതിലാണ് തെറ്റ്. എന്ന് പറഞ്ഞാൽ എന്റെ ഉദ്ദേശം, എനിക്കൊരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് എന്നോട് ഉള്ള ഇഷ്ടത്തെ, സ്നേഹത്തെ, ആ പെൺകുട്ടിയും ഞാനും തമ്മിലുള്ള ഇഷ്ടത്തെക്കാൾ ഉപരി ആ ഇഷ്ടം എന്ന് പറയുന്നത്, ആ സ്നേഹം എന്ന് പറയുന്നത് ഞാൻ മറ്റൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ, ഞാൻ പറയുന്നത് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പ്രണയം എന്ന് വിളിക്കുന്നത് തന്നെ തെറ്റാണ്. പ്രണയം എന്ന വാക്കിന്റെ വ്യഭിചാരമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അത് പ്രണയമല്ല, അത് മറ്റൊരു ഉദ്ദേശത്തോടുകൂടി നടത്തുന്ന പ്രവർത്തനമാണ്. ആ മറ്റുദ്ദേശത്തോടുകൂടി നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രണയങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്, ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിന് എത്ര സംഭവങ്ങളുണ്ട്, പല സംഖ്യയോ പറയുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ കയ്യില് കേരള കാത്തലിക് ബിഷപ്പ് കൌൺസിലിന്റെ കമ്മീഷൻ ഫോർ സോഷ്യൽ ഹാർമണി ആൻഡ് വിജിലൻസ് അവരിറക്കിയിട്ടുള്ള ഒരു ലേഖനമുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ്. അവരിറക്കിയിട്ടുള്ള വെബ്സൈറ്റിൽ 2006-2009 കാലഘട്ടത്തിൽ ഓരോ ജില്ലയിൽ നിന്നും ഈ രീതിയിൽ കാണാതായിട്ടുള്ള പെൺകുട്ടികളുടെ സംഖ്യ കൊടുത്തിട്ടുണ്ട്. ഞാൻ മുഴുവൻ പറയുന്നില്ല. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 216 കുട്ടികളാണ് ഇതിലെഴുതിയിരിക്കുന്നത് ലവ് ജിഹാദിന്റെ വലയിൽപ്പെട്ടത്. ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 26 മാത്രവും രക്ഷപ്പെട്ടത് 6 പെൺകുട്ടികൾ മാത്രവുമാണ്. കാരണം ഇത് സംഭവം വരുന്നത്, വിവാഹം നടക്കുന്നു, അവർ സുഖമായിട്ട് ജീവിക്കുന്നു, ആർക്കും തർക്കം ഉണ്ടാവേണ്ട ആവശ്യമില്ല, ആർക്കും അതിൽ ഒരു ചോദ്യവും ചെയ്യാനുള്ള അവകാശമില്ല. അങ്ങനെ ആര് ചോദ്യം ചെയ്തു കഴിഞ്ഞാലും ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല. പ്രശ്നം വരുന്നത് വിവാഹിതരാകുന്നു. വിവാഹിതരായതിനു ശേഷം ഈ ലേഖനത്തിൽ പറയുന്നതനുസരിച്ച്, മറ്റു ചില സംഭവങ്ങളിൽ വ്യക്തമായിട്ടുള്ളതനുസരിച്ച്, അങ്ങനെ വിവാഹിതരായതിനു ശേഷം അവരെത്തിപ്പെടുന്നത് സുഖമായിട്ടുള്ള ജീവിതത്തിലേക്കല്ല, മറിച്ച് മറ്റു പല മാർഗങ്ങളിലേക്കും എത്തിപ്പെടുന്നു. ഇത് ഇപ്പൊ വെളിച്ചത്ത് വന്നിരിക്കുന്ന സംഭവങ്ങള് അപവാദങ്ങളാണെന്നിരിക്കട്ടെ, എക്സെപ്ഷൻസ് ആണെന്നിരിക്കട്ടെ, അത് ജനറൽ റൂൾ അല്ല എന്നിരിക്കട്ടെ, നമുക്ക് തള്ളിക്കളയാവുന്നതാണ്. കേരളത്തില് 3.5 കോടി ജനങ്ങളുള്ള ഒരു നാട്ടില് 2 പെൺകുട്ടികള്
ക്രിസ്ത്യ മതവിശ്വാസികളോ അല്ലെങ്കിൽ ഹിന്ദു മതവിശ്വാസികളോ ആയിട്ടുള്ള ആൾക്കാർ അവർ വിവാഹം നടത്തി ഇസ്ലാം മതത്തെ സ്വീകരിച്ചു. അതിനുശേഷം അവര് ശരിയായിട്ടുള്ളതല്ലാത്ത മാർഗത്തിൽ എത്തിപ്പെട്ടതുണ്ടെങ്കിൽ അതൊരു അപവാദം മാത്രമായിട്ട്, അതൊരു എക്സെപ്ഷൻ മാത്രമായിട്ട് നമുക്ക് കണക്കാക്കാം. അങ്ങനെയാണോ അല്ലയോ എന്നുള്ളത് അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ സംഭവങ്ങളെക്കുറിച്ച് ഈ പറയുന്ന കണക്കുകൾ, കേൾക്കുന്ന കണക്കുകൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം NSSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, NSSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ നാരായണ പണിക്കർ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു 4000-ലധികം ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. കേരള കാത്തലിക് ബിഷപ്പ് കൌൺസിൽ പറയുന്നു 2000-ലധികം സംഭവങ്ങളുണ്ട്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു 1000-കണക്കിന് സംഭവങ്ങളുണ്ട്. ഉണ്ടോ? സത്യം അന്വേഷിക്കുന്നത് എന്തിന് നമ്മൾ എതിര് നിൽക്കണം? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് സംവാദത്തിന്റെ ഉദ്ദേശമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയും ഈ ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്ന ഈ കേൾക്കുന്ന മുഴുവൻ ആളുകളും സത്യം അറിയാൻ വേണ്ടി നടക്കുന്ന അന്വേഷണത്തെ സർവാത്മന സ്വാഗതം ചെയ്യല്ലേ വേണ്ടത്? സത്യം പുറത്തു വരട്ടെ. അസത്യമാണെന്നിരിക്കട്ടെ, ആ അസത്യം പ്രചരിപ്പിക്കുന്ന ആളുകൾ അസത്യമാണെന്ന് പ്രചരിപ്പിച്ചത് എന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ തെളിയിക്കപ്പെടട്ടെ. നമ്മളെന്തിനാ അതിന് ഒരു ഡിഫെൻസീവ് ആവുന്ന ഒരു മനോഭാവം? ഞാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് ആ മനോഭാവം ഉണ്ട് എന്ന് പറയണമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അവതാരകന്റെ ഭാഷയിൽ ആ ഒരു ഡിഫെൻസീവ് മെക്കാനിസം ഞാൻ വായിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. അവതാരകന്റെ ഭാഷയിൽ അതുണ്ടായിരുന്നു. ഒരാൾ തെറ്റ് ചെയ്യുന്നു, ആ തെറ്റ് ചെയ്യുമ്പോ തെറ്റുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കണമെന്ന് പറയുമ്പോ അത് തെറ്റ് ചെയ്യുന്നത് ഇപ്പൊ NDF പറഞ്ഞതായിട്ട് കേട്ടു. NDF പറഞ്ഞിരിക്കുന്നത് ഇതൊരു വേട്ടയാടപ്പെടുന്ന സമൂഹത്തിന്റെ പ്രത്യാക്രമണത്തെ അക്രമമായിട്ട് കാണാൻ പറ്റില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് ഉണ്ട് എന്ന് അംഗീകരിക്കുകയാണ്. എന്തിനാ ഉണ്ട് എന്ന് അംഗീകരിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? NDFന്റെ കയ്യിൽ. ഞാൻ നിങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ NDF ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, അതിനുള്ള ന്യായീകരണമാണിതെങ്കിൽ, അപ്പൊ ഇത് നിർബന്ധിതമാണോ? ആണല്ലോ. അപ്പൊ ഇത് പ്രണയമല്ലല്ലോ, ഇതൊരു ചതിയല്ലേ, ഇതൊരു ട്രാപ്പല്ലേ ഈ പ്രണയം എന്ന് പറയുന്നത്? അപ്പൊ ഈ ട്രാപ്പ് ശരിയല്ല. ഈ ട്രാപ്പ് ഇങ്ങനെ രീതിയിൽ ചതിക്കുഴിയിൽ വീഴ്ത്തി പെൺവാണിഭത്തിന് ആളുകളെ കൊണ്ടുപോകുന്ന സ്ത്രീവിരുദ്ധ മനോഭാവം, ആ സ്ത്രീവിരുദ്ധ മനോഭാവം തന്നെയാണ് ഇത്തരത്തിലുള്ള ചതിയിലൂടെ പെൺകുട്ടികളെ പ്രേമിക്കുന്നു എന്ന് നടിച്ചുകൊണ്ട് വിവാഹം നടത്തി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുന്നത്. അത് മതപരമാവട്ടെ, രാഷ്ട്രവിരുദ്ധ പ്രവർത്തനമാവട്ടെ, മറ്റെന്തെങ്കിലും ആവട്ടെ, കമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാവട്ടെ, ഏതാണെങ്കിലും. അപ്പൊ അത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല, ഇതില് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു ചെറിയൊരു കാര്യം കൂടിയുള്ളത്, ഇസ്ലാമിക സമൂഹത്തിന്റെ, ഞാൻ ഇസ്ലാമിക സമൂഹം എന്ന് പറയുമ്പോൾ മുഴുവൻ ഇസ്ലാം മത വിശ്വാസികളും ആ വിശ്വാസക്കാരാണെന്നോ ആ ചിന്താഗതിക്കാരാണെന്നോ എന്ന് എനിക്ക് ഒരു കാരണവശാലും ഒരിക്കലും അർത്ഥമില്ല. കാരണം ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ചത് ഇന്നലെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസംഗം. എനിക്ക് ധാരാളം സുഹൃത്തുക്കളല്ലാത്ത ആൾക്കാരുണ്ട്. അവരിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളും അതാണ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പല സംഭവങ്ങൾ, ആ സംഭവങ്ങളിൽ ചില ഇസ്ലാമിക സംഘടനകൾ ഉൾപ്പെട്ടിരിക്കുന്നു. തന്റേതല്ലാത്ത അഭിപ്രായങ്ങളെ അസഹിഷ്ണുതയോടുകൂടി വീക്ഷിക്കുകയും താൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെതിരായിട്ട് അക്രമം അഴിച്ചുവിടുകയും. ഒരു ജനാധിപത്യ സമൂഹത്തിൽ അക്രമമല്ല പരിഹാരം. ജനാധിപത്യ സമൂഹത്തിൽ പൊതുജനാഭിപ്രായം സൃഷ്ടിക്കുക, സമരങ്ങൾ നടത്തുക, അതിനു വേണ്ടിയിട്ട് നീതിയുടെയും നിയമത്തിന്റെയും മാർഗം സ്വീകരിക്കുക, ഇതൊക്കെയാണ് മാർഗം സ്വീകരിക്കേണ്ടത്. അതിനു പകരം അക്രമം അഴിച്ചുവിടുന്നു. ഇപ്പൊ 2-3 സംഭവങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങൾ, തസ്ലീമ നസ്രീൻ എഴുതിയ ലജ്ജ എന്നുള്ള പുസ്തകം, അവരുടെ ആത്മകഥ ദ്വിഖണ്ഡിക എന്നുള്ള പേരിൽ ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
അതിന്റെ ഒരു ഭാഗം 2008 ജനുവരി 13 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം മാത്രം ഞാൻ വായിക്കാം. ഇടത് പാർട്ടികൾ പറഞ്ഞു ലജ്ജ ഒരു നുണപുസ്തകമാണെന്ന്. ഇടതുപക്ഷ ചലച്ചിത്ര സംവിധായകൻ മൃണാൾ സെൻ പറയുന്നു ഇത് പുസ്തകമല്ല, ഒരു നാറ്റക്കലവറ എന്ന് പറയുന്നതാണ് നല്ലത്. ബംഗ്ലാദേശിലെ സെക്യുലറിസ്റ്റുകളും ഉദാരമതികളായ ഇടതുപക്ഷ ചിന്താഗതിക്കാരും ഈ പുസ്തകം വിലയേറിയ കൃതിയാണെന്ന് പറഞ്ഞു. അതേസമയത്ത് ബംഗാളിൽ അവർ വന്നപ്പോ ഇടതുപക്ഷത്തിന്റെ നിലപാടിൽ മാറ്റം വന്നു. എന്തുകൊണ്ട് മാറ്റം വന്നു? അപ്പൊ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് തീർച്ചയായിട്ടും തങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനും അവർ വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കാനും ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നു. ആ അടിസ്ഥാന അവകാശങ്ങൾ തസ്ലീമക്ക് നിഷേധിക്കുവാൻ എന്തിനാ കൽക്കത്തയിലെ മുസ്ലിം സമൂഹത്തിൽപ്പെടുന്ന മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ തെരുവിലിറങ്ങിയത്? ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യൻ ബഹുസ്വരതയുടെ, ഇന്ത്യയുടെ പ്ലൂറലിസത്തിന്റെ സംരക്ഷണവും നന്മകളും പ്രതീക്ഷിക്കുന്നു. അത് പ്രതീക്ഷിക്കാൻ പൂർണ്ണമായിട്ടും അവർക്ക് അവകാശമുണ്ട്. ഈ ബഹുസ്വരതയുടെ അനുശാസനകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അവർക്ക് സാധിക്കുമോ? ഞങ്ങൾക്ക് ഇതൊക്കെ വേണം, പക്ഷെ ഞങ്ങൾ ഇതൊന്നും പാലിക്കാൻ തയ്യാറില്ല എന്ന് പറയുന്നത് ശരിയാണോ? ബഹുസ്വരത, ഇന്ത്യൻ സമൂഹത്തിലെ ബഹുസ്വരത എന്ന് പറയുമ്പോൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ തുടങ്ങിയിട്ടുള്ള നിരവധി മതവിശ്വാസങ്ങൾ, ആ മതവിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്നവരുടെയും അവരുടെ ഇടയിലുള്ള മതമൗലികവാദികളുടെയും, അത് മാത്രമല്ല മതവിശ്വാസമില്ലാത്തവരുടെയും അവരുടെ സ്വരത്തിനുള്ള സ്ഥാനം തസ്ലീമയുടെ സ്വരത്തിനുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? അങ്ങനെയുണ്ടെങ്കിൽ എന്തിന് ആ തരത്തിലുള്ള ഒരു ഇത് നടത്തണം, അതിനെതിരായിട്ട് വരണം? ഇപ്പൊ ഉദാഹരണത്തിന് ഓൾ ഇന്ത്യ മൈനോറിറ്റി ഫോറത്തിന്റെ ആഹ്വാനം അനുസരിച്ചാണ് 2007 ജനുവരി 22 കൽക്കത്തയിൽ വ്യാപകമായിട്ടുള്ള അക്രമങ്ങൾ നടന്നത് ഈ പുസ്തകത്തിന്റെ പേരിൽ. 15 കൊല്ലത്തിന് ശേഷം കൽക്കത്തയിലെ തെരുവുകളിൽ ഇന്ത്യൻ പട്ടാളത്തെ വിന്യസിപ്പിക്കേണ്ടി വന്നത് ഇങ്ങനൊരു അക്രമം നടന്നതിന്റെ ഫലമായിട്ടാണ്. മാത്രമല്ല, ചില ആളുകൾ ഇസ്ലാമിക പണ്ഡിതന്മാരാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, ഇപ്പൊ കൽക്കത്തയിലെ ടിപ്പു സുൽത്താൻ പള്ളിയിലെ മുഖ്യ ഇമാം നൂറുൽ റഹ്മാൻ ബർക്കാത്തി, അദ്ദേഹം 2004 പറഞ്ഞു തസ്ലീമയുടെ മുഖം കരിവാരത്തേച്ച് വികൃതമാക്കുന്നവർക്ക് ഞാനൊരു ഇനാം കൊടുക്കും. മാത്രമല്ല 2007 മാർച്ചിൽ ബറേലിയിലെ ഓൾ ഇന്ത്യ ഇത്തിഹാദ് കൌൺസിൽ തസ്ലീമയുടെ വകവരുത്തുന്നവർക്ക് 5 ലക്ഷം രൂപയുടെ പാരിതോഷികം പ്രഖ്യാപിച്ചു. 2007 ഓഗസ്റ്റ് 9 ഹൈദരാബാദിലെ പ്രസ് ക്ലബ്ബിൽ വെച്ച് ഈ പുസ്തകത്തിന്റെ തെലുങ്ക് പതിപ്പ് പ്രകാശനം ചെയ്യാനെത്തിയ തസ്ലീമയെ കയ്യേറ്റം ചെയ്തവരുടെ കൂട്ടത്തില് ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമിന്റെ 3 MLA-മാരുണ്ടായിരുന്നു. അതില് അക്ബറുദ്ദീൻ ഒവൈസി MLA ആണ് അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിനെ അവഹേളിക്കുന്നവരോട് ഇത്തരത്തിൽ പെരുമാറേണ്ടത് തങ്ങളുടെ കർത്തവ്യമാണെന്ന്. അങ്ങനെ ഇസ്ലാം പറയുന്നുണ്ടോ? ഇപ്പൊ പറഞ്ഞ ഖുർആനിലെ വചനങ്ങൾ അനുസരിച്ചിട്ട് അങ്ങനെ പറയുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറയുന്നുണ്ടെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അതിനുള്ള ന്യായീകരണമായിട്ട്. അപ്പൊ ഇതിൽ ആര് പറയുന്നത് ശരി? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് മറ്റ് മുസ്ലിം പണ്ഡിതന്മാർ ഇതിനെ ശക്തമായിട്ട് അപലപിക്കുന്നില്ല? മാത്രമല്ല സൽമാൻ റഷ്ദിയുടെ കാര്യം, തസ്ലീമ മാത്രമല്ല, സൽമാൻ റഷ്ദിയുടെ പുസ്തകം സാത്താനിക് വേഴ്സസ് ഒരു വലിയ മികവുറ്റ സാഹിത്യകൃതിയാണെന്ന് സാഹിത്യത്തെക്കുറിച്ച് പറയാൻ ആധികാരികമായിട്ട് അർഹതയുള്ള ആളാണ് KEN-ഉം അതുപോലെ അബ്ദുറഹ്മാൻ സാഹിബും. സാഹിത്യകൃതി എന്നുള്ള നിലയിൽ സാത്താനിക് വേഴ്സസ്, ഈവൻ ലജ്ജയെക്കുറിച്ച് പോലും സാഹിത്യകൃതി എന്നുള്ളതിൽ വളരെ വലുതാണെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ അതിന്റെ പേരിൽ വലിയ വിവാദം ഉണ്ടായി. ആയത്തുള്ള ഖൊമൈനി സൽമാൻ റഷ്ദിക്ക് വധശിക്ഷ വിധിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഇന്ത്യയിൽ അതിനെതിരായിട്ട് പ്രതിഷേധം ഉണ്ടായി. ഇന്ത്യയിൽ അത് നിരോധിച്ചു, പ്രതിഷേധം ഉണ്ടായി. 1989 ഞാൻ വീണ്ടും ആ ആഴ്ച ഏത് വാരികയാണെന്ന് ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നത് MM പോക്കർ സാഹിബ്, അദ്ദേഹം മാതൃഭൂമിയിൽ തന്നെ അദ്ദേഹം ഒരു ലേഖനം എഴുതിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ബോംബെയിൽ ഒരു വെള്ളിയാഴ്ച ജുമു നിസ്കാരത്തിന് ശേഷം അവിടെ ആളുകള് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനിലേക്ക്, എംബസിയിലേക്ക് മാർച്ച് ചെയ്തു. അവിടെ വലിയ അക്രമമുണ്ടായി. 12 പേര് ആ അക്രമത്തിൽ കൊല്ലപ്പെട്ടു. ഈ വാർത്ത അദ്ദേഹം പറയുന്നത് ഞാൻ വായിച്ചത് ജിദ്ദയിൽ വെച്ചാണ്. ജിദ്ദയിൽ ഞാൻ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ
2.5 മണിക്കൂർ നേരത്തെ വ്യത്യാസമുണ്ട് ജിദ്ദയിലെ സമയവും ഇവിടുത്തെ സമയവും തമ്മിൽ. ഞാൻ വായിച്ചത് ജിദ്ദയിൽ വെച്ചാണ്. പക്ഷേ ജിദ്ദയിൽ അവിടുത്തെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനിലേക്ക് ഒരു മാർച്ചും ഉണ്ടായില്ല. അപ്പൊ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് മാത്രം പ്രതിഷേധിക്കണമെന്ന് തോന്നുന്നു. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അതിൽ ചില ആളുകൾ നേതൃത്വം കൊടുത്തുണ്ട്. ഞാൻ മുസ്ലിം സംഘങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് മുഴുവൻ മുസ്ലിം സമൂഹത്തെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ജിദ്ദയിൽ അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നില്ല. മാത്രമല്ല, കൽക്കട്ടയിൽ നടന്ന സംഭവം 1969 എന്റെ ഓർമ്മ. ഗാന്ധിജിയുടെ ശതാബ്ദി ആഘോഷിച്ച അവസരത്തിൽ അന്ന് സ്റ്റേറ്റ്സ്മാൻ പത്രം ആർണോൾഡ് ടോയിൻബിയുടെ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ആ പ്രസിദ്ധീകരിച്ചപ്പോ ആ ആർണോൾഡ് ടോയിൻബിയുടെ ലേഖനത്തിൽ പറഞ്ഞിരുന്നത് ഗാന്ധിജിയുടെ നേട്ടങ്ങൾ മുഹമ്മദ് നബിയുടേതിന് തുല്യമാണ് എന്ന് ആർണോൾഡ് ടോയിൻബി ഒരു വരി എഴുതിയിരുന്നു. സ്റ്റേറ്റ്സ്മാൻ പത്രത്തിന് നേരെ കല്ലെറ് നടത്തി ചില ആളുകൾ ചെന്നിട്ട്. ഇസ്ലാം മതവിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളാണ് അത് നടത്തിയത്. 79 മക്കയിലെ ഹറാം പള്ളി തീവ്രവാദികൾ പിടിച്ചെടുത്തു, ആക്രമിച്ചു. അതിന് ഇന്ത്യയിൽ ആരും ഉത്തരവാദികളല്ലല്ലോ. പക്ഷെ അക്രമം ഉണ്ടായത് എവിടെയാ? ഹൈദരാബാദിലെ പോലീസ് സ്റ്റേഷന് നേരെ കല്ലേറ്. മാത്രമല്ല, അമേരിക്കയിൽ 2002 ഒരു അമേരിക്കക്കാരനായിട്ടുള്ള ഒരു ബാപ്റ്റിസ്റ്റ് മിനിസ്റ്റർ ജെറി ഫാൽക്കൺ, അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ. അദ്ദേഹം ബാപ്റ്റിസ്റ്റാണ്, അദ്ദേഹം മതപരിവർത്തനത്തിലൊരു സുവിശേഷ പ്രസംഗകനാണ്. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബി ഹിംസയിൽ വിശ്വസിച്ചിരുന്നു, യുദ്ധത്തിന്റെ ആളായിരുന്നു. ഇത് പറഞ്ഞപ്പോ പ്രശ്നമുണ്ടായത്, അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ ആരുടെയും പ്രേരണ കൊണ്ടല്ല, പക്ഷെ പ്രശ്നമുണ്ടായത് മഹാരാഷ്ട്രയിലെ ഷോലാപൂരില. 2002 ഒക്ടോബർ 11 മഹാരാഷ്ട്രയിലെ ഷോലാപൂരിൽ അക്രമം ഉണ്ടായി. 9 പേർ മരിച്ചു, 90 പേർക്ക് പരിക്കേറ്റു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? താൻ ഇഷ്ടപ്പെടുന്ന തന്റെ കൂടെയുള്ള ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളും തന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ചില ആളുകളുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമല്ലേ? അങ്ങനെയുള്ളൊരു മനോഭാവം ഒരു സമൂഹത്തിനും ഭൂഷണമല്ലല്ലോ. നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനത്തിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന നമ്മുടെ വിഷയാവതാരകൻ സൂചിപ്പിച്ചു. നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്റെ വിശ്വാസത്തിനനുസരിച്ച് എനിക്ക് ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശത്തെ ഞാൻ അംഗീകരിക്കുന്നു. അതാണ് ഭാരതത്തിന്റെ സർവധർമ്മ സമഭാവം എന്നുള്ള മനോഭാവം. എല്ലാ മതങ്ങളുടെയും എല്ലാ ധർമ്മങ്ങളുടെയും ആ ധർമ്മങ്ങളെയൊക്കെ തന്നെ അവർക്ക് പ്രവർത്തിക്കാനും നിലനിൽക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അർഹത, ആ അർഹത അംഗീകരിക്കുന്നതാണ് ഭാരതത്തിന്റെ സംസ്കാരവും ആർഷഭാരത സംസ്കാരവും. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കുടുംബത്തിൽപ്പെടുന്ന ഒരു സംഘടനയ്ക്കും ഈ സംസ്കാരത്തെ നിഷേധിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധ്യമല്ല. അതിപ്പോ പിന്നെ ഈ ഓരോരുത്തർക്കും അവരുടെ മതവും അവരുടെ വിശ്വാസവും, അത് രാഷ്ട്രീയമാവട്ടെ മതമാവട്ടെ, ഞാൻ രാഷ്ട്രീയവും മതവും തമ്മിൽ രാഷ്ട്രീയ മാറ്റം മതം മാറ്റം രാഷ്ട്രീയ മാറ്റത്തിന് കുഴപ്പമുണ്ടാവുന്നുണ്ടല്ലോ പല സ്ഥലത്തും. രാഷ്ട്രീയമായിട്ട് മാറുമ്പോഴും കുഴപ്പമുണ്ടാവുന്നല്ലോ. കണ്ണൂർ ജില്ലയിലൊക്കെയുള്ള സംഘർഷത്തിന്റെ കാരണം എന്താ? രാഷ്ട്രീയ മാറ്റങ്ങളല്ലേ. അപ്പൊ ഈ രാഷ്ട്രീയ മാറ്റമാണെങ്കിലും മതം മാറ്റമാണെങ്കിലും വിശ്വാസ പ്രമാണങ്ങൾ നമ്മൾ അറിയാനും അറിയിക്കാനും സത്യത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്ന സത്യമായിരിക്കില്ല ഒരുപക്ഷെ നാളെ ഞാൻ കുറച്ചും കൂടി മനസ്സിലാക്കുമ്പോൾ എനിക്ക് ബോധ്യമാവുന്നത്. അങ്ങനെ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് ആ സത്യത്തെ അംഗീകരിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഓരോ വ്യക്തിക്കും ഉണ്ടാവണം. അത് അംഗീകരിച്ചു കൊടുക്കാനും എല്ലാവരും തയ്യാറാണ്. പക്ഷെ ഈ ബഹുസ്വരതയെ അംഗീകരിക്കാൻ എന്തുകൊണ്ട് നമ്മുടെ നാട്ടില് ഇസ്ലാം മതത്തെ വിശ്വസിക്കുന്നു, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നു, ഖുറാനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആളുകളിൽ ചിലരെങ്കിലും തയ്യാറാവുന്നില്ല എന്നുള്ള ചോദ്യം, അത് അഡ്രസ് ചെയ്യേണ്ടത് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഈ നാട്ടിലെ ഇസ്ലാമിക സമൂഹമാണ്, ഈ നാട്ടിലെ ഇസ്ലാമിക നേതാക്കന്മാരാണ്. ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് ഇസ്ലാമിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല. ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾക്കെതിരായിട്ട് സമരം ചെയ്തതും ഹിന്ദുമതത്തിൽ ഉണ്ടായിരുന്ന തെറ്റായിട്ടുള്ള പ്രവണതകൾക്കെതിരായിട്ട് അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള പരിഷ്കാര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ രാജാറാം മോഹൻ റോയ് തൊട്ടുള്ള നിരവധി ആളുകൾ
ആര്യസമാജം തൊട്ടുള്ള നിലവരി പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ തന്നെ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് നവോത്ഥാനത്തിന്റെ പ്രക്രിയ. കേരളത്തിലെ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നവോത്ഥാന പ്രക്രിയയുടെ നായകന്മാരായിരുന്നു. അങ്ങനെയുള്ള നവോത്ഥാന പ്രക്രിയക്ക് തുടക്കം കുറിച്ചത് അതേ സമൂഹത്തിൽ നിന്നാണ്. മറ്റൊരു സമൂഹത്തിലുള്ള ആളുകൾക്ക് അത് സാധ്യമല്ല, മറ്റൊരു വിശ്വാസത്തിൽപ്പെടുന്ന ആളുകൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തില് ഇത്തരത്തിലുള്ള ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ നേരായ വഴിക്ക് നയിക്കാനുള്ള ചുമതലയാണ് ഇസ്ലാമിക സമൂഹത്തിലെ പണ്ഡിതന്മാരായിട്ടുള്ള ഇസ്ലാമിക സമൂഹത്തില് ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്കുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കനേഡിയൻ ഇസ്ലാമിക് പണ്ഡിതൻ വിൽഫ്രഡ് കാൻവിൽ സ്മിത്ത്, അദ്ദേഹത്തിന്റെ ഇസ്ലാം ഇൻ മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളേറെയായി. ഇത് ഇന്ത്യൻ മുസ്ലിങ്ങളെ സഹിഷ്ണുതയും വിശാല വീക്ഷണവുമുള്ള ഒരു ജനവിഭാഗമാക്കി മാറ്റുമെന്ന് അദ്ദേഹം അതിൽ പ്രത്യാശിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ ആ പ്രത്യാശ എത്രമാത്രം ശരിവെക്കുന്നു, എത്രമാത്രം ആ പ്രത്യാശ നമ്മുടെയൊക്കെ മനസ്സിൽ നിലനിർത്തുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം മാത്രം ഉയർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഈ വിഷയത്തിൽ എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ ക്ഷണിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാരവാഹികളോട് നന്ദി പറയുന്നു. എന്റെ വാക്കുകൾക്ക് സശ്രദ്ധം കാതോർത്ത മുഴുവൻ സുമനസ്സുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ വിനീതമായ കൂപ്പി. അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് സാംസ്കാരിക